നാദാപുരത്തെ ഏതാണ്ട് 6 പതിറ്റാണ്ടിലധികം കാലമായി ഈ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന താലീം ഇസ്ലാം കമ്മിറ്റിയും അതുപോലെ തന്നെ 20 വർഷത്തിലധികമായി നാദാപുരത്തെ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന നാദാപുരം പാലിയേറ്റീവ് കെയറും സംയുക്തമായിക്കൊണ്ട് പ്രദേശത്തെ 25ഓളം കിടപ്പ് രോഗികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ക്യാമ്പ് 2 ദിവസത്തെ ക്യാമ്പ് നടത്തുകയാണ്. നാദാപുരം ട്രെയിനിങ് കോളേജിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നട്ടെല്ലിന് ക്ഷതമേറ്റും മറ്റുമൊക്കെ ആയിട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള രോഗികളാണ് ഇവിടെ വന്നു ചേരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ഇത്തരത്തിലൊരു സംരംഭം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ മാനസികമായ ഉണർവുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഞങ്ങൾ TAM സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള വേറെ ഒരു പ്രചോദകമായിട്ടുള്ളത് ഈ പരിപാടി സമാപിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു പാലിയേറ്റീവ് യൂണിറ്റ് കൂടി നമ്മൾ അവിടെ രൂപീകരിക്കുകയാണ്. വളർന്നു വരുന്ന തലമുറയിൽ വളരെ നിർബന്ധമായും നൽകേണ്ടിയിരിക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മെല്ലാം ഉള്ളത്. ഇന്ന് കുട്ടികളുടെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകമായൊരു ലോകത്ത് ജീവിക്കുകയാണ്. ആ ലോകത്ത് അവർ ജീവിക്കുമ്പോൾ അവർ താഴെ ഇറങ്ങി വന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാകണം. നമ്മുടെ ഈ ക്യാമ്പസിൽ 3000ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ 3000 കുട്ടികളിലെ രക്ഷിതാക്കളിലും ഈ സന്ദേശം എത്തിക്കുന്നതോടൊപ്പം അതിൻ്റെ 1/3 ഭാഗം കുട്ടികളിലേക്കെങ്കിലും നമ്മുടെ ഈ സന്ദേശം വഴി ഒരു ഗുണമുണ്ടാവുകയാണെങ്കിൽ അതൊരു സമൂഹത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏതായാലും ഇതൊരു തുടക്കമാണ്. സ്പർശം 2026 എന്ന പേരിലാണ് നമ്മളിത് ആരംഭിക്കുന്നത്. തുടർന്നുള്ള കാലയളവിൽ ഓരോ വർഷവും ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഈ പേരിൽ തന്നെ നടത്തുവാനും ഞങ്ങളുടെ കമ്മിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഈ പരിപാടി കഴിയുന്നതോടുകൂടി പാലിയേറ്റീവും നമ്മളും ചേർന്നുള്ള ഒരു സംരംഭമായിട്ടാണ് അത് മാറുക. കാരണം നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന യൂണിറ്റ് പാലിയേറ്റീവ് യൂണിറ്റ് നാദാപുരം യൂണിറ്റുമായിട്ട് ഈ പാലിയേറ്റീവ് കെയറുമായിട്ടുള്ള അതിൻ്റെ അണ്ടറിൽ അവരോട് ചേർന്നുള്ള ഹോം കെയറും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക. അപ്പം തുടർന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെയൊക്കെ പത്രപ്രവർത്തകന്മാരുടെ ഒരു സഹായ സഹകരണങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ടുള്ള ഒരുപാട് ചുറ്റുപാടും സാഹചര്യങ്ങളും ഇളം തലമുറകളിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി അവബോധം ഉണ്ടാക്കുവാൻ കൂടി ഞങ്ങൾ പ്രയത്നിക്കുന്നതായിരിക്കും എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. 27-28 ശനി ഞായർ ദിവസങ്ങളിൽ നാദാപുരത്ത് നടക്കുന്ന രോഗികളുടെ കിടപ്പിലായ ആളുകളുടെ ഒരു സംഗമം പാലിയേറ്റീവിൻ്റെ പ്രവർത്തകർ എന്നുള്ള രൂപത്തിൽ ഞങ്ങൾക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നാദാപുരത്ത് അടയാളപ്പെടുത്തലുകൾ നടത്തി ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇതിൻ്റെ സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് കഴിയും. കിടപ്പിലായ ആളുകൾക്ക് അവരുടെ കൂടെ ഞങ്ങളുമുണ്ട്. നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ വീടുകളുടെ പ്രയാസം നിങ്ങളുടേത് മാത്രമല്ല, അത് നമ്മുടേത് കൂടിയാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ സംഗമത്തോടു കൂടി നൽകാൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ നാളെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇത്തരം ആളുകളെ സംരക്ഷിക്കേണ്ടത്, അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കൂടി കടമയാണ് എന്ന് ഭാവി തലമുറയെ ബോധ്യപ്പെടുത്താനാണ് ഈ ക്യാമ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
ഇതിൽ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകർ എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രത്യേകമായ 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം നാദാപുരത്ത് ആരംഭിച്ചിട്ട് 20 വർഷത്തിലേറെയായി. ഈ സന്ദേശം, പാലിയേറ്റീവിൻ്റെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് സംഗമം കാണാൻ വരുന്ന രക്ഷിതാക്കളും കുട്ടികളും നാട്ടുകാരും ആ സംഗമത്തോടുകൂടി നാദാപുരത്ത് 20 വർഷമായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് 100% ഒരു ജനകീയ പാലിയേറ്റീവായി മാറുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ 20 വർഷത്തിനിടയിൽ നാദാപുരം പഞ്ചായത്ത് മാത്രമല്ല 7 പഞ്ചായത്തുകളിലെ കിടപ്പ് രോഗികൾക്ക് സാന്ത്വന പ്രവർത്തനം നൽകാൻ, ആയിരങ്ങൾക്ക് സാന്ത്വനം നൽകാനായിട്ട് നാദാപുരം പാലിയേറ്റീവിന് സാധിച്ചിട്ടുണ്ട്. നാദാപുരം പാലിയേറ്റീവിൻ്റെ കീഴിൽ സാന്ത്വന പ്രവർത്തനത്തോടൊപ്പം കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതോടൊപ്പം അവിടെ പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് തെറാപ്പി സെൻ്ററും ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. സ്വന്തമായ ഒരു കെട്ടിടത്തിൽ ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് നടത്താൻ വേണ്ടി കഴിഞ്ഞത് നാട്ടുകാരുടെ, പൊതുജനങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. അത് കൂടുതൽ ജനകീയമാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പ് കൊണ്ട് പാലിയേറ്റീവ് പ്രവർത്തകരായ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ 2 ദിവസം 25 രോഗികളാണ് അവിടെ അന്തിയുറങ്ങാൻ ഉൾപ്പെടെ വരുന്നത്. അവരെ സ്വീകരിക്കാനും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്കാവശ്യമായ വളണ്ടിയർ സേവനം ചെയ്യാനും TIM ക്യാമ്പസിലെ 3-4 സ്ഥാപനങ്ങളിലെ പിഞ്ചു കുട്ടികളടക്കമുള്ള വളണ്ടിയർമാരും പാലിയേറ്റീവ് വളണ്ടിയർമാരും കൈകോർത്തുകൊണ്ടാണ് അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നത്. ശനിയാഴ്ച 11 മണിക്ക് വരുന്ന കിടപ്പ് രോഗികൾ തിരിച്ചു പോകുന്നത് ഞായറാഴ്ച 3-4 മണിയോടുകൂടിയാണ്. അവർക്കാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഇതിനകം BED സെൻറ്ററിൽ, ആ ട്രെയിനിങ് കോളേജിൽ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് സംവദിക്കാനും അവർക്ക് പിന്തുണ നൽകാനും ആവശ്യമായ പ്രവർത്തനങ്ങളും അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൂടാതെ നാദാപുരം മേഖലയിലെ 7 പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ജനപ്രതിനിധികളെയും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകരെയും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്.